1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് എക്സ് സമം 1 ആയാൽ എക്സിൻ്റെ വില എത്ര? നമുക്കാദ്യം 1/2 1/4 1/8 1/16 കൂടി കൂട്ടാം. ആ കൂട്ടണമെങ്കിൽ ഇതെല്ലാം ഛേദങ്ങൾ വ്യത്യാസമാണ്, ഡിനോമിനേറ്റേഴ്സ് വ്യത്യാസമാണ്. ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആക്കണം. അതിനായിട്ട് ഈ ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കാണുക. 2, 4, 8, 16 എന്നീ ഛേദങ്ങളുടെ ലസാഗു കാണുക. 2, 4, 8, 16 LCM. ഇതിൽ 2ൻ്റെയും 4ൻ്റെയും 8ൻ്റെയും ഗുണിതമാണ് 16. 2ൻ്റെയും 4ൻ്റെയും 8ൻ്റെയും മൾട്ടിപ്പിളാണ് 16. അതുകൊണ്ട് LCM ആയിട്ട് നമുക്ക് 16 എടുക്കാം. ഇനി ഈ എല്ലാ ഡിനോമിനേറ്റേഴ്സിനെയും നമ്മൾ 16 ആക്കി മാറ്റുക, ഗുണിച്ച് 16 ആക്കണം. അപ്പോൾ ആദ്യത്തെ 1/2 എഴുതി അതിനെ 8 കൊണ്ട് ഗുണിച്ചാൽ 16 ആവും. അപ്പോൾ ഇൻറ്റു 8/8 പ്ലസ്. അടുത്ത 1/4 എഴുതി അതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ 16 ആവും. ഇൻറ്റു 4/4 പ്ലസ്. അടുത്ത 1/8 എഴുതി അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 16 ആവും. ഇൻറ്റു 2/2 പ്ലസ്. അടുത്ത 1/16 അതുപോലെ എഴുതി പ്ലസ് എക്സ് സമം 1. ഇനി ഇത് ഗുണിക്കുമ്പോൾ 1 8 ബൈ 2 16 പ്ലസ് 1 4 4 ബൈ 4 16 പ്ലസ് 1 2 ബൈ 2 16 പ്ലസ് 1/16 പ്ലസ് എക്സ് സമം 1. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് എല്ലാം തുല്യമായതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യുക. ഛേദങ്ങളെല്ലാം തുല്യമാണ്, അംശങ്ങൾ കൂട്ടുക. 8 പ്ലസ് 4 പ്ലസ് 2 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ പൊതുവായ ഛേദമായിട്ട് 16 എഴുതുക. പ്ലസ് എക്സ് സമം 1 കൂട്ടുമ്പോൾ 8 4 12 2 14 15/16 പ്ലസ് എക്സ് സമം 1. ഇതിന്ന് എക്സ് കാണാൻ 15/16 വലത്തോട്ട് എടുക്കുക. അപ്പോൾ എക്സ് സമം 1 കുറയ്ക്കണം 15/16. ഈ 1നെ നമുക്ക് 16/16 എന്ന് എഴുതാം. അപ്പോൾ 16/16 കുറയ്ക്കണം 15/16. ഇതിൽ ഛേദങ്ങൾ തുല്യമാവും കൊണ്ട് അംശങ്ങൾ തമ്മിൽ കുറയ്ക്കുക. 16 - 15 ഹോൾ ഡിവൈഡഡ് ബൈ 16 കുറയ്ക്കുമ്പോൾ 16 15 കുറച്ചാൽ 1/16 ഉത്തരം.